ഹായ്, എല്ലാവർക്കും കാലിക്സ് ഇൻഫോ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൺലൈനായി കെട്ടിട നികുതി അടവാക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് 31 കെട്ടിട നികുതി അടവാക്കാനുള്ള അവസാന ഡേറ്റ്. പഞ്ചായത്തിൽ നിന്നെല്ലാം നമ്മളെ വിളിച്ചിട്ടുണ്ടാവും, കെട്ടിട നികുതി അടവാക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് കോള് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഒരു ദിവസം പഞ്ചായത്തിലൊക്കെ പോയിട്ട് അടവാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് പോവേണ്ടി വരും. അപ്പോൾ നമുക്ക് തന്നെ മൊബൈൽ വഴി കെട്ടിട നികുതി അടവാക്കാം. അത് എങ്ങനെയാണ് അടവാക്കുന്നത് എന്നൊന്ന് നോക്കിയാലോ. ഈ സാമ്പത്തിക വർഷം മുതൽ കെ-സ്മാർട്ട് എന്ന വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഓൺലൈനായി കെട്ടിട നികുതി അടവാക്കേണ്ടത്. അതിനായി കെ-സ്മാർട്ട് എന്ന വെബ്സൈറ്റിൽ പോയി പ്രോപ്പർട്ടി ടാക്സ് എന്ന ഓപ്ഷനിൽ പ്രോപ്പർട്ടി ടാക്സ് ക്വിക്ക് പേ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വരുന്ന പേജിൽ ജില്ല, ലോക്കൽ ബോഡി ടൈപ്പ്, അതായത് മുനിസിപ്പാലിറ്റി, ഗ്രാമപഞ്ചായത്ത്, കോർപ്പറേഷൻ ഇതിലേതാണോ എന്നത് സെലക്ട് ചെയ്ത് ലോക്കൽ ബോഡി നെയിം, നമ്മുടെ പഞ്ചായത്തിൻ്റെ, മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെ പേര് നൽകി വാർഡ് നമ്പറും വീട്ട് നമ്പറും സബ് നമ്പർ, അതായത് ABC അങ്ങനെ സബ് നമ്പറുകൾ ഉണ്ടെങ്കിൽ ആ നമ്പറും നൽകി സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്തതിന് ശേഷം വരുന്നതിൽ നിന്ന് നമ്മുടെ വീട്ട് നമ്പർ ഏതാണോ അത് സെലക്ട് ചെയ്തതിന് ശേഷം മൊബൈൽ നമ്പർ നൽകി പേ നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം വരുന്നതിൽ നിന്ന് ഏതെങ്കിലും ഒരു പേയ്മെൻറ്റ് ഗേറ്റ്വേ തിരഞ്ഞെടുത്തതിനു ശേഷം ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ UPI ആപ്പുകളോ അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ച് കെട്ടിട നികുതി അടവാക്കാവുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് റെസിപ്റ്റും ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് കെ-സ്മാർട്ട് വഴി കെട്ടിട നികുതി അടവാക്കേണ്ടത്. നമുക്ക് നമ്മളെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ ഗൂഗിൾ പേയോ മറ്റേതെങ്കിലും UPI ആപ്പ് ഉപയോഗിച്ചോ കെട്ടിട നികുതി അടവാക്കാം. അപ്പോൾ ഇനി പഞ്ചായത്തിലൊന്നും പോയി സമയം കളയേണ്ടതില്ല. നമുക്ക് തന്നെ നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കെട്ടിടങ്ങളുടെ നികുതി അടവാക്കാം. ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.